വമ്പൻ വാഗ്ദാനങ്ങളാണ് പ്രകടന പത്രികയിലും LDFും UDFും നടത്തിയത്. എന്നാൽ വയനാട്ടിലെ കോൺഗ്രസിന്റെ വാഗ്ദാനം ഇന്നും മുഖ്യമന്ത്രി ചർച്ചയാക്കി. ഒടിപിടിയിൽ നമുക്ക് കാണാം, നടപ്പിലാകുമോ വാഗ്ദാനങ്ങൾ? വാരിക്കോരി കൊടുക്കണ പ്രകടന പത്രിക കണ്ട് കൺഫ്യൂഷൻ അടിച്ചിരിക്കുകയാണ് മൊത്തം ജനങ്ങളും. അമ്മാരി വാഗ്ദാനങ്ങളാണ് LDFും UDFും കൊടുക്കുന്നത്. വയോജനങ്ങൾക്ക് ആരോഗ്യ പരിപാലനവും സമൂഹാടിസ്ഥാനത്തിലുള്ള പിന്തുണയും ഉറപ്പാക്കും. ആരോഗ്യകരമായ വാർദ്ധക്യം എന്ന ആശയം യാഥാർത്ഥ്യമാക്കും. സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്ര, കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് 1000 രൂപ പ്രതിമാസ ധനസഹായം. മൂന്നാമത്, യുവാക്കൾക്ക് സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് 5 ലക്ഷം രൂപ പലിശരഹിത വായ്പ. ഓണത്തിനൊക്കെ കച്ചവടക്കാർ ഓഫർ കൊടുക്കണ പോലെ വോട്ടുകാലത്ത് ഓഫറുകളാണ്. കോഴിക്കോട് വെച്ച് LDFും കൊച്ചിയിൽ വെച്ച് UDFും പത്രിക പുറത്തിറക്കി. കുറച്ചും കൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ കേരളം മൊത്തത്തിൽ അങ്ങോട്ട് എഴുതി കൊടുത്തേനെ. തോൽവി ഭയന്നിട്ടാണ് ഇത് ചെയ്യുന്നത്. എന്നാലും സാറേ, ഇങ്ങനെയൊക്കെ അങ്ങോട്ട് മോഹിപ്പിക്കാൻ പറ്റുമോ? PSCയെയും അതുപോലെ നമ്മുടെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിനെയും നോക്കൂത്തിയാക്കില്ല. എവിടെ വേക്കൻസി വന്നാലും 24 മണിക്കൂറിൽ അത് റിപ്പോർട്ട് ചെയ്യണം. റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ അച്ചടക്ക നടപടി ചെയ്യുന്നത്. അപ്പൊ എല്ലാരും ഒന്ന് സുഖിക്കാൻ തയ്യാറായിരുന്നോളി. അമ്മാരി വാഗ്ദാനങ്ങളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതൊരു പഞ്ച് ഡയലോഗല്ലേ? ഈ പഞ്ച് ഡയലോഗില് വീണ് പോണവരോട് ആർക്കെങ്കിലും എന്തെങ്കിലും പറയണ്ടോ? ഈ വാഗ്ദത്വത്തിൽ നിന്ന് പലരും പിൻവാങ്ങി. ചിലരെങ്കിലും കരുതിയിട്ടുണ്ടാവും അവരുടെ കയ്യിൽ കാശുണ്ട് എന്നുള്ളത്. എന്നാൽ കാശില്ലാന്ന് ഇപ്പൊ വ്യക്തമായില്ല. എവിടെയും കാശില്ലാന്നല്ലേ വന്നത്. കണക്ക് എവിടെയെന്ന് ചോദിക്കുമ്പോ ആ കണക്ക് പറയാനില്ല. ഇപ്പോഴും വ്യക്തത വരുന്നില്ല. അതാ, നിങ്ങൾ വയനാട്ടിൽ വാഗ്ദാനം കൊടുത്താണ് CM ഇന്നും വിളിച്ചു പറയണേ. സതീഷേട്ടാ, എന്താ ചെയ്യാ? വയനാടിനെ പറ്റി ആരേലും മിണ്ടിയാല് ഓരോക്കെന്ന് മൈക്ക് വാങ്ങാൻ പറയണം. അത് തടിയൂരി തൽക്കാലം. അപ്പൊ അതിനൊരു ഉത്തരം കിട്ടൂലേ? എവിടെയും ആ പണമില്ലാതെ കണക്ക് പറയില്ല അല്ലേ? നിങ്ങൾ ഈ പ്രകടന പത്രിക ഉണ്ടാക്കിയ സമയം വേണ്ടല്ലോ ആ കണക്കൊന്ന് കൂട്ടാന്. ഈ മീറ്റിംഗ് ഇത് മാനിഫെസ്റ്റോയെ സംബന്ധിച്ച ചോദ്യങ്ങൾ മാത്രമാണ്. പോളണ്ടിനെ പറ്റി പറയരുത്, മാനിഫെസ്റ്റോനെ പറ്റിയല്ലാതെ ഇന്ന് ഒരക്ഷരം മിണ്ടൂല. ഇവിടെ മാനിഫെസ്റ്റോ ഡിക്ലെയർ ചെയ്യുന്ന പരിപാടിയാണ്. മാനിഫെസ്റ്റോയിൽ ബന്ധപ്പെട്ട ഏത് ചോദ്യം ചോദിക്കാം. അപ്പൊ ഉത്തരല്ല, അല്ലാത്ത ചോദ്യത്തിനുള്ള മറുപടി ഇല്ല. മറുപടി ഇല്ലാതെ വീടി തടി തപ്പി. തൽക്കാലം തടി തപ്പിയതാണ്. ശരി, വീടി തടി തപ്പി. ഇനി നിങ്ങളെപ്പോഴാ തടി തപ്പണേ? പേടിക്കണ്ട, അതും വരും. ഞാൻ നേരത്തെ കണ്ണൂർ പറഞ്ഞു. മൂപ്പർ ഇന്ന് തടി തപ്പിയത് കണ്ണൂരിന്നും പാലക്കാട്ടുനിന്നുമാണ്. ആദ്യം കണ്ണൂരിലെ തടി തപ്പല് കാണാം. കോൺഗ്രസിന്റെ കാര്യത്തിൽ കണക്ക് കൃത്യമായിട്ടുണ്ട്. ആ കണക്കൊന്ന് പറഞ്ഞൂടെ? അത് വയനാട്ടിലെ ജനങ്ങളുടെ മുമ്പിലും കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിലും വെക്കുന്ന ഒരു ബുദ്ധിമുട്ടും കോൺഗ്രസിനില്ല. ബുദ്ധിമുട്ടില്ലാതെ പാലക്കാടിന്ന് തടി തപ്പലാണ് അടുത്ത കലാപരിപാടി. ഇതൊന്നും നിങ്ങൾക്ക് ചോദിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ എല്ലായിടത്തും ഒറ്റ ചോദ്യമാണ്. കണ്ണൂർ ഞാൻ ഉത്തരം പറഞ്ഞു. അതിന് കണ്ണൂർ നിങ്ങൾ എന്തിയാ പറഞ്ഞേ? ഞങ്ങൾക്ക് ഒന്നും ഒളിച്ചു വെക്കാനില്ല. ഇത് ഡയലോഗ് മാത്രാണോ അതോ കണക്ക് പറയോ? അതൊരു പഞ്ച് ഡയലോഗ് അല്ലേ? അപ്പൊ പഞ്ച് ഡയലോഗ് പറഞ്ഞ് എത്ര കാലം പിടിച്ചു നിൽക്കുന്നു കാത്തിരുന്ന് കാണാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.